നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങൾ കാത്തിരുന്ന ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞു പോയ ഒരു ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം മാർച്ച് 24-ാം തീയതി ലോക ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയായി നിലനിൽക്കുന്ന ക്ഷയരോഗത്തെ കുറിച്ച് സംസാരിക്കേണ്ടതും അതിന്റെ നിർമ്മാർജ്ജനത്തിനുള്ള അവബോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോയൊരു ദിവസത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും സംസാരിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ട്യൂബർകുലോസിസ് എന്ന ക്ഷയരോഗത്തെ കുറിച്ച് അതിന്റെ കണ്ടെത്തലുകളും അല്ലെങ്കിൽ അതിന്റെ ചികിത്സയും എന്താണ് നമ്മൾ കോഷ്യസ് ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് വന്നാൽ നമ്മൾ സമൂഹത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നെയ്ബറിന് തന്നെ ട്യൂബർകുലോസിസ് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം. എന്നാൽ ട്യൂബർകുലോസിസിനെ എങ്ങനെ നേരിടാം, എങ്ങനെ പോരാടാം എന്നുള്ള ക്യാമ്പയിനുകൾ പലപ്പോഴും പല രീതികളിൽ ഇപ്പോൾ റേഡിയോ ആഡ്സിലൂടെയും ടെലിവിഷൻ ആഡ്സിലൂടെയും എല്ലാം കാണുന്നുണ്ട്. കാരണം ഇന്ത്യയാണ് ഏറ്റവും അധികം ട്യൂബർകുലോസിസ് രോഗികളുള്ള രാജ്യം. അതെ, അതാണ് ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും അധികം ക്ഷയരോഗികളുള്ളത് ഇന്ത്യയിലാണ്. കേരളത്തിന്റെ അവസ്ഥയും ഒട്ടും മോശമല്ല. കേരളത്തിലും ട്യൂബർകുലോസിസ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ ഓരോ മിനിറ്റിലും ഒരു രോഗി ട്യൂബർകുലോസിസ് മൂലം മരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തലുകൾ, നമ്പേഴ്സ് സ്ഥിരീകരിക്കുന്നത്. അതെ, അപ്പോൾ ഈ കഴിഞ്ഞു പോയ TBയുടെ അല്ലെങ്കിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം എന്നുള്ളതായിരുന്നു. അതായത് ഇതാണ് സമയം. ഈ ഒരു സമയം ഇതിന് ഒരുപാട് അർത്ഥങ്ങളാണുള്ളത്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനെതിരെയുള്ള അവബോധ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതിനുള്ള സമയം ഇതാണ്. അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരെയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു സമയം ഇതാണ്. ക്ഷയരോഗം തുടച്ചു നീക്കാനുള്ള സമയം ഇത് തന്നെയാണ് എന്നുള്ളതാണ്. ക്ഷയരോഗം ഒരു വലിയ ഭീഷണിയായി തുടങ്ങി. ഒരു കാലത്ത് ക്ഷയരോഗം ഒരു വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ക്ഷയരോഗം മോഡേൺ മെഡിസിന് വഴങ്ങി കീഴടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ക്ഷയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെയുള്ള നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് ആരംഭിക്കണമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമസ്കാരം. ഡോക്ടേഴ്സ് വ്യൂ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ ദയ ഡോക്ടർ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ രോഗത്തിന് അപ്പുറം ആരോഗ്യം എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. സാധാരണ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ആരോഗ്യം എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത ഒരവസ്ഥ മാത്രമായിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള സൗഖ്യമാണ് ആരോഗ്യം എന്നതിന് WHO കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഇപ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലുള്ള ആഹാരം കഴിക്കാനുള്ള മനസ്സുണ്ടാവുക, അതുപോലെ നമ്മൾ ഉറങ്ങി എണീക്കുന്നത് നല്ല സുഖത്തോടു കൂടി ആവുക, മലമൂത്ര വിസർജനം കൃത്യമായിട്ട് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നിറം, വർണ്ണം, ബലം ഇവയൊക്കെ ഉണ്ടാവുന്നതാണ് ഒരു ആരോഗ്യവാൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വിപരീതമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് രോഗം എന്ന് പറയുന്നത്. ഒപ്പം ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജീവിത രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് എതിർത്ത് നിൽക്കേണ്ടത്? നമ്മുടെ ദിനചര്യയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണോ, അതോ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഓരോരോ തരത്തിൽ മാറ്റിയെടുത്ത് അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഔഷധങ്ങൾ കഴിക്കുകയാണോ? എങ്ങനെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ നിൽക്കുക? ശരിയായ രീതി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത രീതി കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ആയുർവേദത്തിൽ പ്രത്യേകം ചികിത്സ ചെയ്യുന്നത് നമ്മുടെ രോഗം ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് അപ്പുറം രോഗമില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർ, ഏതൊക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രമേഹം, അമിതവണ്ണം, രക്താതിമർദ്ദം, കൊളസ്ട്രോളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ അതുകൂടാതെ ക്യാൻസർ, ഹൃദ്രോഗം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ കരൾ രോഗങ്ങൾ, ഫാറ്റ് ലിവർ പോലെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ PCOD, PCOS എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളിൽ കാണുന്ന അസുഖങ്ങൾ, പിന്നെ അതുപോലെയുള്ള
ലിവർ ഡിസീസൊക്കെ നമുക്ക് ഇതിലേക്ക് പെടുത്താൻ പറ്റും. കരൾ രോഗങ്ങളെല്ലാം അല്ലേ? കരൾ രോഗങ്ങളെല്ലാം വരും. ജീവിതശൈലി രോഗങ്ങൾ ഇന്നതാണ് ഡോക്ടർ എടുത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ആയുർവേദത്തിൽ ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ജീവിതശൈലികൾ മാറ്റിക്കൊണ്ട് തന്നെ രോഗങ്ങളെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഈ രോഗങ്ങളെ തടഞ്ഞു നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ പറ്റും, അഥവാ ഇങ്ങനെ രോഗങ്ങൾ വരാതെ തന്നെ നമുക്ക് എങ്ങനെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റും? 2 രീതിയിലാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ തടഞ്ഞു നിർത്തേണ്ടത്. ഒന്ന്, നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തേത് നമുക്ക് തടയപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആഹാരം, നമ്മൾ ചെയ്യുന്ന വിഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറക്കം, വ്യായാമമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ വിഹാരങ്ങളിൽ പെടും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. അതിലാണ് നമ്മുടെ വയസ്സ്, പാരമ്പര്യ ഘടകങ്ങൾ വരും, പിന്നെ സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങൾ, ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റാത്തതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാരണങ്ങളെ നമുക്ക് ഒഴിവാക്കുക. അതാണ് ശരിക്കും ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധ മാർഗമായിട്ട് നമ്മൾ അനുവർത്തിക്കുന്നത്. ആഹാരത്തിലൂടെയും വിഹാരത്തിലൂടെയും തടഞ്ഞു നിർത്താൻ സാധിക്കും. അതെ. ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ എതിർത്ത് നിൽക്കാൻ സാധിക്കും? ആയുർവേദം അനുവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട്? ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ അത് ആയുസിൻ്റെ വേദമായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ നമ്മൾ 2 രീതിയിലാണ് നമ്മുടെ ചികിത്സ ചെയ്യുന്നത്. അതിൽ ഒന്ന് സ്വസ്ഥവൃത്തം, രണ്ടാമത്തേത് ആതുരവൃത്തം. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കുറേ നിർദ്ദേശങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കുറച്ചുകൂടി ഒരു ഉയർന്ന ലെവലിലേക്ക് നമ്മൾ ആരോഗ്യത്തെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആതുരവൃത്തം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അറിയുന്നത് പോലെ നമ്മളൊരു അസുഖം വന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കുന്ന ചികിത്സ, അതായത് ഒരു രോഗത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അഥവാ അവയെ ചികിത്സിച്ച് ഭേദമാക്കാൻ എന്ന രീതിയിൽ ചെയ്യുന്നതാണ് ആതുരവൃത്തം എന്ന് പറയുന്നത്. അതിൽ സ്വസ്ഥവൃത്തത്തിലാണ് നമ്മുടെ കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കുന്നത് സ്വസ്ഥവൃത്തമായിരിക്കും. സ്വസ്ഥവൃത്തം എന്ന ഡോക്ടർ ഉദ്ദേശിച്ചത് ക്ലിയർ ആയില്ല, അതൊന്നുകൂടെ. സ്വസ്ഥവൃത്തം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ നമുക്ക് അസുഖം വരാതിരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസുഖം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പ്രധാനമായിട്ടും വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ ശീലിച്ച് വരേണ്ട കാര്യങ്ങൾ. അതെ, ജനിച്ചത് മുതൽ, അല്ലെങ്കിൽ അഥവാ ജനിക്കുന്നതിന് മുമ്പ് ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ, ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ ശീലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുമുതൽ ഒരു ആളുടെ മരണം വരെയും ആ വ്യക്തി അനുവർത്തിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ദിനചര്യ എന്നൊക്കെ പറയും, ഋതുചര്യ എന്നൊക്കെ പറയും. അതായത് ദിനചര്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു ദിവസം അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, ഋതുചര്യ എന്ന് പറയുമ്പോൾ ഒരു ഋതുക്കൾക്കനുസരിച്ച് നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ചിട്ടയായിട്ടുള്ള വിഹാര രീതികളുണ്ട്. പിന്നെ നമ്മൾ വേഗധാരണം, അതായത് നമുക്ക് ഇപ്പം മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിനെ പിടിച്ചു നിർത്താതെ തടയാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒപ്പം ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് അപ്പുറത്തേക്ക് മാനസികവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സദ്വൃത്തം പോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡോക്ടർ, എന്താണ് ഈ ദിനചര്യ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? രാവിലെ മുതൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ആ ഒരു ടൈമിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ കാണാം. അതെ, അത് ശരിയാണ്. ദിനചര്യ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ ഒരു സൂര്യ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ ഉണരുക എന്നുള്ളതാണ് ദിനചര്യയുടെ തുടക്കമായിട്ട് പറയുന്നത്. അതിനോടൊപ്പം ഒരു രാത്രി അവസാനിക്കുന്നത് വരെ ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദിനചര്യയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്തിയാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു 90% വരെ നമുക്ക് തടയാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൽ രാവിലെ ഉണരുക, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഉണർന്ന് മലമൂത്ര വിസർജനം ചെയ്യുക, അതുപോലെ നമ്മൾ പല്ല് തേക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായി സാധിക്കാത്ത കാര്യമുണ്ട്. ഇപ്പം പല്ല് തേക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണീച്ച് ഒരു 1-2 മണിക്കൂറിന് ശേഷം പല്ല് തേക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. അപ്പം അതല്ലാതെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ അതൊരു ശീലമാക്കിയിട്ട് മാറ്റുക. ടോയ്ലറ്റിൽ പോകാന്നുള്ളതും അതുപോലെ പല്ല് തേച്ച് നാവ് തുടക്കുക. പല്ല് തേക്കാൻ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് പേസ്റ്റുകളും അങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ട് കളർ പേസ്റ്റുകളൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ആയുർവേദത്തിലാണെങ്കിൽ കുറേ ദന്തധാവന ചൂർണ്ണങ്ങളൊക്കെ പറയുന്നുണ്ട്, ത്രിബല പോലെയുള്ള മരുന്നുകളൊക്കെ ചേർത്ത് പല്ല് തേക്കാൻ ഉപയോഗിക്കാം. അതുപോലെ നാവ് തുടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായ കവിളിക്കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൽ കബളം എന്നാണ് പറയുക ആയുർവേദത്തിൽ. കബളം എന്ന് പറയുമ്പോൾ നമ്മുടെ വായിലുണ്ടാവുന്ന എല്ലാ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ അരുചി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദിനചര്യയിൽ വരുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാരണം നമുക്ക് അതിൽ തന്നെ ഒരു പരിധി വരെ മാറ്റം വരുത്താൻ പറ്റും. കൂടാതെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇന്ദ്രിയ ശുദ്ധി എന്ന് പറയും. ഇന്ദ്രിയ ശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളെന്നും കാണുന്ന കണ്ണിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഞ്ജനം പോലെയുള്ള കാര്യം, കണ്ണിൽ മരുന്നുറ്റിക്കുക എന്നൊക്കെ രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ അഞ്ജനം എന്ന് പറഞ്ഞാൽ കണ്ണിൽ മരുന്നുറ്റിക്കുക അല്ലെങ്കിൽ മരുന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ മരുന്ന് എഴുതുന്നതിനോടൊപ്പം ഇളനീർക്കുഴമ്പ് പോലെയുള്ള ചില മരുന്നുകളൊക്കെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന കേൾക്കാറുണ്ട്.
പിന്നെ കൂടാതെ നമുക്ക് കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദിനചര്യ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ത്രിഫല പോലെയുള്ള പൊടികൾ ഉള്ളിൽ കഴിക്കാനും കൂടെ പറയാറുണ്ട്. അതൊക്കെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ മൂക്കിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, മൂക്കിൽ മരുന്നൊറ്റിക്കുക. നമ്മുടെ ശ്വസനവായു എന്നും നമ്മൾ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാം മലിനീകരിക്കപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് മൂക്കിൽ മരുന്നൊറ്റിച്ചുകൊണ്ട് അവയെ ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ ഡോക്ടർ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ ദിനചര്യ എന്ന് പറയുന്നത് തന്നെ ദിവസവും ഒരു വ്യക്തി ചെയ്യണം എന്നുള്ളതാണ്. ഒപ്പം ചെവിയിൽ മരുന്നൊറ്റിക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇപ്പോൾ തലയിൽ പോലും എണ്ണ തേക്കാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിലും എണ്ണ തേക്കുന്നതിന് ഭയങ്കര മടിയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പം അങ്ങനെ ഒരു മാറിയിട്ട് ദേഹമാസകലം എണ്ണ തേക്ക്, മെയിനായിട്ട് ഉള്ളം കൈ, അതുപോലെ ഉള്ളം കാല്, നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒരു എണ്ണ ഒന്ന് തൊട്ട് വെക്കുന്ന രീതിയിൽ അത് നിത്യവും ചെയ്യുവാണെങ്കിൽ നമ്മളെ കേൾവിശക്തി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഇതിന് സഹായിക്കും. പിന്നെ കൂടാതെ എണ്ണ തേപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തും. ശരീരത്തിനുണ്ടാകുന്ന പ്രസന്നതയും അതുപോലെ സ്കിൻ ഡിസീസിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ കഴിഞ്ഞ് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമം ഇന്നത്തെ ജീവിത രീതിയിൽ നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നിർബന്ധമായിട്ടും ഒരു അരമണിക്കൂർ വ്യായാമത്തിന് വേണ്ടിയിട്ട്, യോഗ പോലെ ആയാലും കുഴപ്പമില്ല, ആ ഒരു എക്സസൈസ് എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ആഹാരം പോലെ തന്നെ പ്രാധാന്യമുള്ള ആഹാരത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യായാമം എന്നുള്ളത്. എത്ര മണിക്കൂർ വരെ വ്യായാമം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? ശരിക്കും വ്യായാമം എന്ന് പറയുമ്പോൾ അവരവരുടെ ശക്തിക്കാണ്, ഓരോരാളുടെ പവർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുമ്പോൾ നെറ്റിയിൽ നന്നായിട്ട് വിയർപ്പ് തുള്ളികൾ ഉണ്ടാവുക, അവരവരുടെ ശക്തിക്കനുസരിച്ച് അവരവർക്ക് അത് ചെയ്യാം. അങ്ങനെയാണ് സമൂഹത്തിൽ കൂടുതലും വ്യായാമങ്ങൾ ചെയ്യുന്നത് അമിതവണ്ണമായിട്ടുള്ളവർ, അല്ലെങ്കിൽ പ്രമേഹം, കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. മെലിഞ്ഞിരുന്നിരിക്കുന്നവർക്ക് എന്തും കഴിക്കാം, അല്ലെങ്കിൽ വ്യായാമം വേണ്ട എന്നൊക്കെ വരുന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ സമൂഹം വരുന്നത്. ആ ഒരു രീതിയെ പറ്റി ഡോക്ടറിന് പറയാനുള്ളത് എന്താ? അത് ശരിക്കും ഒരു തെറ്റായ ധാരണയാണ്. നമുക്ക് മെലിഞ്ഞവർക്കും അസുഖം വരാം, അതുപോലെ തടിച്ചവർക്കും വരാം. പക്ഷേ തടിച്ചവർക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. അല്ലാതെ മെലിഞ്ഞവർക്കാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ PCOD പോലെയുള്ള കണ്ടീഷൻ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവരിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് എന്നുള്ളത്, വ്യായാമം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ വേണ്ടുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കാനും അതുപോലെ ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെടാനും ഈ ഒരു വ്യായാമത്തിൻ്റെ ആവശ്യകത വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. പിന്നീട് ആഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആഹാര രീതിയാണ് നമ്മുടെ ആയുർവേദത്തിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ളൊരു മഹാഭൈഷ്യജം എന്ന പേരിലാണ് നമ്മൾ ആഹാരത്തെ കണക്കാക്കുന്നത്. അതായത് നമ്മുടെ ഓരോ അസുഖങ്ങളെയും മരുന്നായിട്ട്, അതെ, ഏറ്റവും നല്ല മരുന്ന് ആഹാരമാണ്. ആഹാരത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരം ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ആഹാരം കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം നശിക്കുന്നതും എന്നതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും നമുക്കറിയാം. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അസുഖം വന്നിരിക്കുന്നത് ആഹാരക്കുറവ്, അതായത് പോഷകക്കുറവ് കൊണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുമ്പോൾ എല്ലാം ഓവറായിട്ട് കഴിച്ചുകൊണ്ടുണ്ടാവുന്ന പ്രമേഹം, കഴിച്ചുകൊണ്ടുണ്ടാവുന്ന ഒബിസിറ്റി, അങ്ങനെയുള്ള ലെവലിലേക്കാണ് നമ്മളിപ്പോൾ മാറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സമൂഹത്തിലാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും ജങ്ക് ഫുഡ്സിലേക്കാണ് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും പ്രമേഹം പോലത്തെ അസുഖങ്ങൾ വരുന്നു, അമിതവണ്ണം വരുന്നു, ഡോക്ടർ പറഞ്ഞ പോലെ PCOD, ചെറിയ കുട്ടികൾക്ക് തന്നെ PCOD ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ ആഹാര രീതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്നാണോ ഡോക്ടർ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം കുട്ടികൾ ഇപ്പോഴത്തെ നമുക്കറിയാം, വൈകുന്നേരം ക്ലാസ്സൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ജങ്ക് ഫുഡ് പോലെ, കുർക്കുറ പോലെയുള്ളതോ എന്തെങ്കിലും അങ്ങനെയുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കും. ഒപ്പം ടിവിയുടെ മുന്നിലായിരിക്കും അവരുടെ ഒരു ദിവസം അവർ തീർക്കുന്നുണ്ടാവുക. അപ്പം അതല്ലാതെ അവർ ഭക്ഷണം കഴിച്ച് ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. അവിടെ വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്. വ്യായാമം എന്ന് പറഞ്ഞാൽ എക്സസൈസ് തന്നെ ലെവൽ ചെയ്യണമെന്നില്ല, നമുക്ക് കളിച്ചാൽ മതി. എന്തെങ്കിലും രീതിയിലുള്ള ഗെയിംസിൽ ഏർപ്പെട്ടാലും നമുക്കത് വ്യായാമം എന്നുള്ള ലെവലിൽ തന്നെ എടുക്കാൻ സാധിക്കും. ഡോക്ടർ, ഋതുചര്യ എന്ന് ഡോക്ടർ നേരത്തെ നിർദ്ദേശിച്ചല്ലോ. ഋതുചര്യ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു സീസണൽ ചേഞ്ചിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണെന്ന്. അതെ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ രാവിലെ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം കിടക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. നമ്മൾ സീസണൽ ചേഞ്ചിനനുസരിച്ച് ഒരിക്കലും നമ്മുടെ ജീവിതം മാറ്റാറില്ല. അപ്പോൾ ഡോക്ടർ അതിന് എന്ത് നിർദ്ദേശമാണ് ഡോക്ടർ തരാനുള്ളത്? ശരിക്കും നമ്മൾ അറിയാതെ നമ്മൾ ചില സീസണൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട്, അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഉഷ്ണകാലമാണ്. ഉഷ്ണകാലം നമ്മൾ ആരും ചൂടുവെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടില്ല. പൊതുവെ നമ്മളെല്ലാവരും തണുത്ത വെള്ളം, അത് ശരിക്കും നമ്മുടെ ഋതുചര്യ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഗ്രീഷ്മകാലം എന്നാണ് നമ്മൾ ഉഷ്ണകാലത്തിന് പറയുന്നത്. ആ ഒരു ഗ്രീഷ്മകാലത്ത് എപ്പോഴും തണുത്ത വെള്ളം
കുടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ പച്ചവെള്ളമായിട്ടല്ല, ചൂട് കാലമായിട്ട് വരുന്നത്. നമ്മുടെ സാധാരണ ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊതുവേ നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഈ രീതിയിൽ നമ്മൾ അനുവർത്തിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് എന്ത് ആഹാരം കഴിക്കണമെന്നും കഴിക്കേണ്ട എന്നൊക്കെ നമ്മൾ പ്രത്യേകം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഋതുക്കൾക്കനുസരിച്ചും ഓരോ വ്യക്തികൾക്കനുസരിച്ചും അവരുടെ ശരീര പ്രകൃതിക്കനുസരിച്ചുമായിരിക്കും മാറ്റം ഉണ്ടാവുക. ശരീരത്തിന്റെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ കാണുമ്പോഴൊരിക്കലും നമുക്കൊരാളെ മറ്റൊരാളായിട്ട് തോന്നാറില്ല. അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ശരീരത്തിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയും. ഇപ്പം വാദം, പിത്തം, കഫം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വ്യത്യാസം വരുമ്പോൾ ആ ഒരു ശരീരത്തിന് മൊത്തമായിട്ടും പല മാറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ ഒരു വ്യക്തിയെ നമുക്ക് ഒരു ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കുമ്പോൾ മാത്രമാണ് അവരുടെ ആ ഒരു പ്രകൃതി എന്ന രീതിയിൽ നമുക്ക് അസസ്മെൻറ്റ് പറ്റുള്ളൂ. ഈ സീസണൽ ചേഞ്ചിനനുസരിച്ച് ഫുഡ് പ്രിപ്പറേഷൻ എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും പ്രധാനമുള്ളതായിരിക്കും അല്ലെ ഈ കർക്കിടക കഞ്ഞി കൂട്ട് പോലത്തെ? അതെ, കർക്കിടക കഞ്ഞി നമ്മൾ സാധാരണ വർഷകാലത്ത് നമ്മൾ ചെയ്യാറുണ്ട്. മഴക്കാലത്ത് നമ്മൾ കർക്കിടക കഞ്ഞി, കാരണം ഏറ്റവും ബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ മഴക്കാലത്ത് നമ്മൾ ശരീരത്തിന് ശക്തി കിട്ടുന്ന രീതിയിലുള്ള കുറേ ആഹാരങ്ങൾ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടത്. അതാണ് ശരിക്കും നമ്മുടെ കർക്കിടക കഞ്ഞി, കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ ഒരു സമയത്ത് ശരീരത്തിന് ബലം കൂട്ടുന്നതിന് വേണ്ടി, കൂട്ടുക എന്ന് പറയുമ്പോൾ ആരോഗ്യത്തെ കൂട്ടാൻ വേണ്ടിയിട്ട്, വരുന്ന വർഷങ്ങളിൽ നമുക്ക് രോഗമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് ആഹാരങ്ങൾക്ക് വരാൻ പറ്റുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ശരിക്കും ജീവിതശൈലി രോഗങ്ങളിൽ ആഹാരത്തിനാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാര രീതികളൊക്കെ ഇപ്പോൾ വളരെ തെറ്റായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ്. അതെ, അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന സമയം. സാധാരണ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭക്ഷണം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ ഏതെങ്കിലുമൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിത രീതി ഇപ്പോൾ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആഹാരം കഴിക്കുന്നത് കൃത്യസമയത്ത് തന്നെ എന്നും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ കഴിക്കുന്ന അളവ് കൂടുതലായിട്ട് കഴിക്കാതെ, അതായത് ഒരു അരവയറ് കഴിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ആദ്യത്തെ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം. അരവയറ് മാത്രം കഴിക്കുക. പിന്നെ അതിലൊരു കാൽഭാഗം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാനായിട്ടും ഒരു കാൽഭാഗം വെള്ളം കുടിക്കാൻ, അത് ഒരു ആൾക്കാർക്ക് അനുസരിച്ചാണ് ശരിക്കും വരുന്നത്. സാധാരണയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനിടയ്ക്ക് തന്നെ വെള്ളം കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം കുടിക്കാനാണ് നമ്മളൊരു കാൽഭാഗം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിച്ചു വിടുന്നത്. കാൽഭാഗം വായുവിനായിട്ടും ഒഴിച്ചു വയ്ക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ആഹാരങ്ങൾ, അതായത് നല്ലൊരു കോമ്പിനേഷൻ ആഹാരങ്ങൾ മാത്രം കഴിക്കുക. ജങ്ക് ഫുഡ് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം. അങ്ങനെയൊന്നുമില്ല, നോൺ വെജിറ്റേറിയൻ ഫുഡും നമുക്ക് ആയുർവേദത്തിലൊക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഒരു തെറ്റായൊരു ധാരണയാണ് നമ്മൾ ആയുർവേദം എന്ന് പറയുമ്പോൾ മീൻ ഒഴിവാക്കണം. അതെ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ കഴിക്കുന്ന ആഹാരം കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഡോക്ടറിന് മറ്റു കാര്യങ്ങൾ എന്താണ് ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയാനുള്ളത്? അതിൽ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു രസായന ചികിത്സ എന്ന് പറഞ്ഞൊരു പാർട്ടും കൂടെ ഉണ്ട്. അതായത് രസായന ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ ഉയർത്താൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബലം, വർണ്ണം, അതുപോലെ ഓജസ്, ഇവയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ട് രോഗപ്രതിരോധ ശക്തിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് രസായന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രസായന ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിൻലി ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. രോഗപ്രതിരോധ ശക്തിയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ മരുന്നുകളൊക്കെ അത് കൃത്യമായൊരു വൈദ്യനിർദ്ദേശപ്രകാരം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലോഞ്ചിവിറ്റി, ലൈഫ് എന്നുള്ളത് നമുക്ക് രോഗമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ്. ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യപൂർണ്ണമായിട്ട് ജീവിക്കുക. അതും ആരോഗ്യം ഉള്ളൊരാളെ സംബന്ധിച്ച്, അസുഖമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ രസായന ചികിത്സ ചെയ്യുമ്പോൾ അയാൾക്ക് വീണ്ടും അയാളുടെ ആരോഗ്യത്തെ ഒന്നുകൂടെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ അയാൾക്ക് രോഗമില്ലാതിരിക്കാനും കൂടിയാണ് നമ്മൾ രസായന ചികിത്സ അനുവർത്തിക്കുന്നത്. ഡോക്ടർ, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്രയും വ്യക്തമായ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഡോക്ടർ നന്ദി. ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ ആയുർവേദ കാഴ്ചപ്പാടിലൂടെ പ്രതിരോധിക്കുമെന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.